ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ നബിയല്ലാഹ്. ആദരവായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന മുനവ്വറയിൽ അവിടുന്ന് നോക്കുകയാണ്. ഓരോ മുഅ്മിനീങ്ങളുടെ സ്വലാത്തുകളും കേട്ട് ആനന്ദിക്കുകയാണ്. അള്ളാഹു ഈ ലോകത്തേക്ക് അയച്ചത് റഹ്മത്തായിട്ടല്ലാതെ നബിയെ ഈ ലോകത്തേക്ക് നമ്മളെടുത്ത് അയച്ചിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. തീർച്ചയായും ഓരോ ഹാജിമാരും അറഫാ ദിനത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആ ഒരുമിച്ച് കൂട്ടൽ യജമാനനായ റബ്ബിൻ്റെ മുന്നിലേക്ക് പൊട്ടിക്കരയുന്ന നിമിഷങ്ങൾ നാളെ മഹ്ശറാവൻ സഭയിലും അതേ ഒരു രംഗം നമുക്ക് വരാനിരിക്കുന്നു. ഈ കൂരാക്കൂരിരുട്ടും നമുക്ക് വരാനിരിക്കുന്നു. ഓരോ നിമിഷത്തിനും അള്ളാഹു കണക്ക് തന്നെ തീർച്ചയായും ചോദിക്കും. ഓരോ നിമിഷങ്ങൾ കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പെറുക്കിയെടുത്ത് മീസാൻ എന്ന തുലാസിൽ അന്ന് അള്ളാഹു നമ്മെ രേഖപ്പെടുത്തുന്നതാണ്. നാം നന്മയാണെങ്കിൽ അള്ളാഹു അവിടുന്ന് നമുക്ക് നന്മ ചെയ്യും. തിന്മയാണെങ്കിലോ നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. അള്ളാഹു തരുന്ന നിഅമത്തുകൾ ഓരോ നിമിഷങ്ങളും അവനെ ഓർക്കാനുള്ള നിഅമത്താണ്. മറ്റുള്ള സഹോദരങ്ങളെ നാം ഈവത്ത് പറഞ്ഞുകൊണ്ട് അവരുടെ അമലുകളെ നാം കളങ്കപ്പെടുത്താതെ നമ്മളെ സ്വന്തം നഫ്സിനെ നാം ഓരോ നിമിഷവും നാം പരിശോധിക്കണം. കാരണം നമുക്ക് നമ്മുടെ ഖബറിൽ നാമാണ് ഒറ്റയ്ക്ക് കിടക്കാനുള്ള. അള്ളാഹു നാളെ ചോദിക്കുകയില്ല നിൻ്റെ കൂട്ടുകാരൻ എന്തു ചെയ്തു, അല്ലെങ്കിൽ മറ്റൊരാൾ എന്തു ചെയ്തു, അവൻ തെറ്റ് ചെയ്തു എന്നും ചോദിക്കുകയില്ല. കാരണം നിന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ സ്വന്തം നഫ്സിനെ ഏൽപ്പിച്ചിട്ടുള്ളത് ഇബാദത്ത് ചെയ്യുവാനാണ്. അള്ളാഹുവിലേക്ക് ദിക്റാലും സ്വലാത്തുകൾ കൊണ്ടും അമലുകൾ കൊണ്ടും അള്ളാഹുവിലേക്ക് മുന്നേറാനാണ്. അതുകൊണ്ട് പ്രകാശമാകുകയാണ്. ആ വെളിച്ചം ഖബർ വരെയും എത്തും. ഹബീബായ തങ്ങൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, തീർച്ചയായും നിങ്ങളുടെ അമലുകൾ നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ കണക്കാക്കപ്പെടുന്നതാണ്. ഈ രാവുകൾ തീർച്ചയായും അള്ളാഹുവിലേക്ക് ഖേദിച്ചുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹുൽ അലീം എന്ന ദിക്റുകളും മറ്റദ്കാറുകളും ചൊല്ലി ഹബീബായ തങ്ങളുടെ പേരിലേക്ക് സ്വലാത്തുകൾ ചൊല്ലിയും, സ്വലാത്തുകൾ മാത്രമാണോ അവിടുത്തെ തിരുസുന്നത്തുകൾ? കാരണം ഹബീബായ തങ്ങൾ അള്ളാഹുവിലേക്ക് എങ്ങനെയാണോ നടന്നെത്തിയത്, അവിടുന്ന് ഓരോ നിമിഷങ്ങളും അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയുമൊക്കെ ഹബീബായ തങ്ങൾ അവിടുന്ന് നോമ്പ് നോറ്റിരുന്നു. അവിടുത്തെ സുന്നത്തുകൾ ഓരോ ദിവസങ്ങളും ഹബീബായ തിരുസുന്നത്തുകൾ നാം മുറുകെ പിടിച്ചാൽ മാത്രമാണ് ആ ചര്യയിൽ പിൻപറ്റുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മളുടെ ഈ അള്ളാഹുവിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ നാം പൊട്ടിക്കരയേണ്ടി വരും. കാരണം നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ എത്ര വലുതാണ്. നമ്മുടെ ഹൃദയമിടുപ്പായാലും, കണ്ണിൻ്റെ കാഴ്ചയായാലും, കാലിൻ്റെ നടത്തമായാലും, ശ്വാസകോശമായാലും,